ഇന്ത്യൻ ടി ടീമിന്റെ ഭാവി തീരുമാനിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മത്സരങ്ങളാണ് വരാൻ പോകുന്നത്. ഈ മാസം 9 മുതലാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ T20 പരമ്പര. ICCയുടെ T20 ലോകകപ്പിനുള്ള തയ്യാറെടുപ്പായിട്ട് കൂടിയാണ് ഇന്ത്യ ഈ പരമ്പരയെ നോക്കിക്കാണുന്നത്. ഇതുകഴിഞ്ഞാൽ ലോകകപ്പിന് മുൻപ് ന്യൂസിലൻഡുമായി ഒരു T20 പരമ്പര മാത്രമേ ഇന്ത്യക്ക് ബാക്കിയുള്ളൂ. ലോകകപ്പിനുള്ള ടീം കോമ്പിനേഷൻ ഉറപ്പിക്കാനും അവസാനവട്ട ചില മിനുക്കുപടികൾ കൂടി നടത്താനുമുള്ള അവസരമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പരയെ ഇന്ത്യ നോക്കിക്കാണുന്നത്. സൂര്യകുമാർ യാദവിന് കീഴിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ക്വാഡിനെയാണ് ഇന്ത്യ പരമ്പരയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ടീമിലെ ചില താരങ്ങളെ സംബന്ധിച്ച 5 മത്സരങ്ങളുടെ പരമ്പര ഏറെ നിർണായകം. T20 ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ അവർക്ക് ഈ പരമ്പരയിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ആ 3 താരങ്ങൾ ആരൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലാണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചപ്പോൾ പലർക്കും അതൃപ്തിയുണ്ടായിരുന്നു. കാരണം T20യിൽ ഗില്ലിൻ്റെ ഇതുവരെയുള്ള റെക്കോർഡ് ഒട്ടും നല്ലതല്ല. മാത്രമല്ല, അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ഓപ്പണിംഗ് ജോഡികളായി മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഗില്ലിനെ അപ്രതീക്ഷിതമായി T20 ടീമിലേക്ക് തിരികെ വിളിക്കുന്നത്. 1 വർഷത്തോളം ടീമിന് പുറത്തിരുന്ന ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവ്. പക്ഷേ രണ്ടാം വരവിലും ഓപ്പണറായി ഗില്ലിന് കാര്യമായി ഒന്നും ചെയ്യാനായില്ല. 12 T20കളിലാണ് അദ്ദേഹം ഈ വർഷം കളിച്ചത്. പക്ഷേ 50-ന് മുകളിൽ സ്കോർ പോലും കുറിക്കാൻ ഗില്ലിന് സാധിച്ചില്ല. 28.78 എന്ന മോശം ശരാശരിയിൽ 143.90 സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് വെറും 259 റൺസ്. T20യിൽ ഗില്ലിന്റെ ഓപ്പണിംഗ് റോൾ ഇതിനോടകം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വിമർശകരുടെ വായടപ്പിക്കാൻ ഗില്ലിന് കാര്യമായി പണിയെടുത്തേ മതിയാകൂ. സ്റ്റാർ ഓൾറൗണ്ടർ എന്നറിയപ്പെടുന്ന ഹാർദിക് പാണ്ഡ്യയാണ് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെയാൾ. പക്ഷേ ശുഭ്മാൻ ഗില്ലിനെ പോലെ മോശം ഫോമല്ല, ഫിറ്റ്നസ്സാണ് പാണ്ഡ്യയ്ക്ക് മുന്നിലുള്ള വെല്ലുവിളി. പരുക്ക് ഭേദമായി ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ ടീമിലേക്ക് പാണ്ഡ്യ മടങ്ങിയെത്തിയത്. UAEയിൽ നടന്ന ഏഷ്യ കപ്പിലെ സൂപ്പർ 4 മത്സരത്തിനിടെയാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. ഇതേ തുടർന്ന് ഫൈനൽ ഉൾപ്പെടെ നഷ്ടമാവുകയും ചെയ്തു. ഇതിനുശേഷം ഓസ്ട്രേലിയക്കെതിരായ T20 ഏകദിന പരമ്പര, സൗത്ത് ആഫ്രിക്കയുമായുള്ള ഏകദിന പരമ്പര എന്നിവയിലും ഹാർദിക്കിന് കളിക്കാനായില്ല. ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങിലും തന്റെ ഫിറ്റ്നസ് ഇനി ഹാർദിക്കിന് തെളിയിച്ച് കാണിക്കേണ്ടതുണ്ട്. കാരണം T20 ലോകകപ്പിൽ ടീമിന്റെ നിർണായക താരമാണ് ഹാർദിക് പാണ്ഡ്യ. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന സഞ്ജു സാംസണാണ് മൂന്നാമത്തെ താരം. ഏറെ നിർണായകമാണ് സഞ്ജുവിന്റെ സ്ഥാനവും. കാരണം ശുഭ്മാൻ ഗില്ലിന്റെ തിരിച്ചുവരവോടെ ഓപ്പണിംഗ് റോൾ സഞ്ജുവിന് നഷ്ടമായി കഴിഞ്ഞു. മധ്യനിരയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനും T20 ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് കീപ്പറാകാനുമാകും സഞ്ജു ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഈ അവസരം പരമാവധി മുതലാക്കിയേ സഞ്ജുവിന് മതിയാകൂ. ഇതിനും കഴിഞ്ഞില്ലെങ്കിൽ ജിതേഷ് ശർമ്മയാകും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുക. എന്തായാലും വരാൻ പോകുന്ന T20 പരമ്പര നിർണായകമാണ്. ആരൊക്കെ വീഴും ആരൊക്കെ വാഴുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം.